മനസ്സിലായില്ല. ഞാൻ ശ്രീലത. വനിതാ കോൺസ്റ്റബിൾ. എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഐ എം ഇന്റലിജന്റ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്ന സാറിന്റെ 2 ലേഖനങ്ങൾ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. എന്താണാവോ? ഒന്ന് കാക്കി കെ പീച്ചേ ക്യാ ഹേ, മറ്റൊന്ന് ചുരിദാർ മാറ്റു സാരിയിലേക്ക് മടങ്ങും. രണ്ടാമത്തെ ലേഖനം വായിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടേ ഇല്ല. കുട്ടി വന്ന കാര്യം പറയൂ. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വായിച്ചിട്ട് സൗകര്യം പോലെ മറുപടി പറഞ്ഞാ മതി. ഇത്രയും പ്രിയപ്പെട്ട ചെമ്പകൻ ചേട്ടന് ചേട്ടന്റെ ചെമ്പക ആരാമത്തിൽ ഒരു പൂവായി വിരിയാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടന്റെ ഓരോ വാക്കുകളും ഒരു ലാത്തി ചാർജ് പോലെ എന്റെ മനസ്സിന്റെ തലങ്ങും വിലങ്ങും വീഴുകയാണ്. അങ്ങയോടുത്ത് ഒരു ജീവിതം പങ്കിടാൻ ഈ കാക്കിക്കാരി അനുവദിക്കൂ എന്ന് ചേട്ടന്റെ മാത്രം ശ്രീലത. എന്തിനാ സർക്കിൾ ഇൻസ്പെക്ടർ സാറിനെ കാണണമെന്ന് പറഞ്ഞ്? സർക്കിൾ സാറിനല്ല, എനിക്കാ മല്ലിയേട്ടനെ കാണേണ്ടത്. എന്താ കാര്യം? നേരിട്ട് പറയാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ ഇതിലെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. വായിച്ച് ഇപ്പൊ തന്നെ മറുപടി തരണം. എന്റെ ജീവന്റെ ജീവനായ മല്ലിച്ചേട്ടൻ അറിയുന്നതിന് ചേട്ടന്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖവും കാക്കി ഡ്രസ്സും തുളഞ്ഞു കയറി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. ജീവിതമാകുന്ന വണ്ടിയിൽ ചേട്ടനോടൊപ്പം വളയം പിടിക്കാൻ ഈ കാക്കിക്കാരി അനുവദിക്കുമോ എന്ന് ചേട്ടന്റെ ജീവിതത്തിൽ ഒരു ലതയായി പടരാൻ ആഗ്രഹിക്കുന്ന ശ്രീലത. ആനപ്പുറത്ത് കയറണമെന്ന് അണ്ണാൻ ആഗ്രഹിക്കാം, പക്ഷെ അണ്ണാന്റെ പുറത്ത് കയറണമെന്ന് ആന ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇവിടെ ആരാ ആന? ആനയ്ക്കറിയില്ല ആനയുടെ വലുപ്പം. അപ്പൊ നമ്മുടെ വിവാഹം? എന്നെ വിവാഹം കഴിച്ചാൽ മേഡം ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം നടക്കില്ല. അതെന്താ? ഈ അടുത്ത കാലത്ത് ഞാനൊരു മാവിന്റെ മണ്ടെന്ന് വീണു. അതിനുശേഷം സെൽഫ് എടുക്കാത്തൊരു ബെൻസ് ലോറിയുടെ അവസ്ഥയിലാണ് ഞാൻ. ഈ വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോലീസ് ബംഗളെ. ചേട്ടാ, ഇവിടെ ഈ ലാർസൻ ബൾബ്സിന്റെ ഓഫീസ് എവിടെയാ? ബൾബ് എന്റെ ഇരട്ട പേര് ബൾബ് എന്നാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ബൾബിന്റെ പിന്നെ ബൾബ് ഇരട്ട പേര് നിർത്തും. ഇവനെന്താ ഡ്യൂട്ടി സമയത്ത് വേഷം മാറി നടക്കുന്നത്? സാറേ, ഉണ്ണികൃഷ്ണൻ സാറല്ലേ? അതെ, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വേഷം മാറി നടക്കുകയാവും. കണ്ടാ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളെ പോലെ തോന്നുന്നു. ആ വണ്ടി എടുക്ക. അതെ, നമ്മുടെ ബൈക്കിലിരിക്കുന്ന ബാഗ് അവൻ കണ്ട എല്ലാം തുലയും. അതിനകത്ത് ലക്ഷങ്ങളുടെ ബ്രൗൺ ഷുഗർ. സാർ, അല്ല ചേട്ടാ, എന്റെ ഫയല് താഴെ പോയി. ജോലി അന്വേഷിച്ചിറങ്ങിയതാവും അല്ലേ അനിയായി? അതെ. ആളറിയാതിരിക്കാൻ അവൻ ചേട്ടായി എന്ന് പോലും വിളിക്കുന്നില്ല. കൊള്ളാം കൊള്ളാം, ഓൾ ദ ബെസ്റ്റ് അനിയായി. താങ്ക് യു സാർ. ഐ ആം പ്രൗഡ് ഓഫ് യു. സീനിയർ ഓഫീസറെ കണ്ടിട്ട് അവൻ പരിചയഭാവം നടിക്കുന്നുണ്ടോ നോക്കി. പ്ലേസ് ഒഴിഞ്ഞു. ആ ബ്ലൂ ഷർട്ടിനെ കണ്ടോ? ആ, ഇപ്പോഴത്തെ ഷൂലേസൊക്കെ. SI ഉണ്ണികൃഷ്ണനാണ്. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി വേഷം മാറി നടക്കുക. വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുക. ഓക്കെ. പുറകെ വന്നോ. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ബാഗ് രക്ഷപ്പെടാൻ നോക്ക്. ആ ട്രാഫിക്കാണോ പോയി? നീ ബൈക്കിനെ ഫോളോ ചെയ്തോ. നിന്റെ തലയിൽ ഇരുത്തി വീഴണം. എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പോയി. അനിയായി, you are smart.
ഇത് വേണോ ഇത് വേണോ? എനിക്കൊന്നും വേണ്ട, സോഡ മാത്രം മതി. ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? പോയ ബുദ്ധി ആരെ പിടിച്ചാ കിട്ടില്ല. എന്റെ എല്ലാ സർട്ടിഫിക്കറ്റ് ആ ഫയലിലായിരുന്നു. അല്ലെങ്കിലും ജോലിയല്ലല്ലോ നിനക്ക് പ്രാധാന്യം, സീരിയലിലെ ചാൻസ് അല്ലേ? ഓരോ ചോറ പൊട്ടുന്ന സൗണ്ട്. ഒരു ബീഫ് ഫ്രൈ സോറി, ഇല്ലേ? എങ്കിൽ ചിക്കൻ ഫ്രൈ മതി. ഞാൻ വെയിറ്റർ അല്ല, ഈ സാറിനെ ഒന്ന് കാണാൻ വന്നു. കണ്ടല്ലോ, എന്നാ പോയിക്കോ. ഇനി കൂടുതൽ കാണുകയെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതല്ല, ഞങ്ങളുടെ മുതലാളിക്ക് സാറിനെ ഒന്ന് കാണണം. രാജാജി സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല. നിനക്കറിയില്ല അല്ലേ? ഇന്ന് നിനക്ക് എല്ലാം പഠിപ്പിച്ചു തരാം. അതെ, എന്നെ എന്തിനാ കാണുന്നത്? അദ്ദേഹം ഒരു TV സീരിയൽ നിർമ്മിക്കുന്നുണ്ട്. അതിലൊരു വേഷം ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടോന്നോ? നിന്റെ സമയം തെളിഞ്ഞൂടാ. സാറ് 102 നമ്പർ റൂമിലുണ്ട്. 102 103 വരെ ഇവൻ വരും. ഞാൻ വന്ന് കണ്ടോളാം. പോവട്ടെ, ഇത് കപ്പലണ്ടി. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? അപ്പൊ ശരി. അല്ല, നീ കൂടെ വരുന്നില്ലേ? നീ പോയിട്ട് വാ. നീ വ്യാഴാഴ്ച അല്ലേ? 2 പുള്ള് തീർക്കാൻ എനിക്കൊരു നേർച്ചയുണ്ട്. പിന്നെ മുഖം കഴുകി വൃത്തിയായിട്ട് കുട്ടപ്പനായിട്ട് പോയിട്ട് വാ. ഓ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് അവര് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വർമാജി അകത്താക്കി അന്ന് മുതൽ ഞാൻ നോട്ടമിട്ടതാ ആ പോലീസ് ബ്രദേഴ്സിനെ. ഒരുത്തനെങ്കിൽ ഒരുത്തൻ കൈയും കാലും ഒടിച്ച് കൊക്കയിലിടാം. അതെ, അവൻ ഇനി പോലീസ് ഡ്യൂട്ടിയും നോക്കണ്ട, TV സീരിയലിൽ അഭിനയിക്കുകയും വേണ്ട. എക്സ്ക്യൂസ് മീ, ഇയാൾ ഏത് റൂമിലാ താമസം? 102. നിയമത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത്ര വേഗം വേഷം മാറി വന്നു. കലക്കി, പോലീസ് വേഷം കലക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ സാറിന് SI വേഷമല്ലേ? സീരിയലിൽ അഭിനയിക്കണമെങ്കിൽ ഒരു കള്ളന്റെ വേഷം അഭിനയിച്ചു. സീരിയലിൽ നിന്റെ തന്തയോട് പോയി അഭിനയിക്കാൻ പറ. അപ്പൊ ഇവൻ നമ്മളെ കൊടുക്കാനാ സീരിയൽ പ്രേമ അഭിനയിച്ചത്. You are under arrest. Come on, move, move, I say. Come on, come ഇവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ബോസിനോട് ചോദിച്ചിട്ട് വിളിച്ചു പറയാം. ഈ റൂം നമ്പർ 102 ഏതാ? 102. നിനക്കൊക്കെ എന്തിനാ വരുന്ന സർട്ടിഫിക്കറ്റ്? അതെ, ഈ റൂം നമ്പർ 102 ഏതാ? 102 ആൾക്കാർ അതാ ഓടിപ്പോയത്. ആ, അപ്പൊ സീരിയൽ ഇന്റർവ്യൂ അത് സാറങ്ങനെ വീണ്ടും ഇതിനകത്ത്. സാറേ, എന്താ ഇത്? about 10. March. Left, right, left, right, left, right, left, right, left, right, left, right, left. എന്താ ഇതൊക്കെ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അഭിമാന സ്തംഭത്തിന്റെ നാവിൻ തുമ്പിൽ നിന്നുമാണോ ഈ ചോദ്യം ഉയർന്നത്? ഇനിയെങ്കിലും കാര്യം എന്താണെന്ന് പറ ചേട്ടായി. അനിയായി, എനിക്കൊന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? ഊണിലും ഉറക്കത്തിലും നിന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്നെ പോലും അറിയിക്കാതെ സ്വമേധയാ നീ ഏറ്റെടുത്ത് നടത്തിയ ഈ ധീരകൃത്യത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഡിപ്പാർട്ട്മെന്റ് നിനക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ അവര് രക്ഷപ്പെട്ടു കളഞ്ഞില്ലേ? രക്ഷപ്പെട്ടെങ്കിൽ എന്ത്? അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗിൽ 1-2 രൂപയുടെ മുതലായിരുന്നില്ല, ലക്ഷങ്ങളുടെ മുതലായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോ കിട്ടി. ഒറ്റയ്ക്കാണെന്ന് കരുതി നീ ഓരോ നീക്കങ്ങൾ നടത്തുമ്പോഴും എന്തിനും ഏതിനും തയ്യാറായി ഞങ്ങളും നിന്റെ പുറകിലുണ്ടായിരുന്നു. അവസാനം ഒരു റൂം ബോയുടെ സഹായം കൊണ്ടാ ഞാൻ. റൂം ബോയ് സഹായിച്ചാലും ശരി, കുശിനിക്കാരൻ സഹായിച്ചാലും ശരി, നിന്റെ പ്ലാനിങ്ങും ബുദ്ധിയുമല്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ. അതിന്റെ മുന്നിൽ ഡിപ്പാർട്ട്മെന്റും സഹപ്രവർത്തകരും അത്ഭുതം കൂറി നിൽക്കുകയാണ്. എന്നെ അറിയിക്കാതെ ഓരോ നീക്കങ്ങളിലും എന്നെ സഹായിച്ച ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായി പോവാണ് ചേട്ടായി. അനിയായി, നിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ HC പുഷ്പാങ്കദൻ ഒരു കവിത രചിച്ചിട്ടുണ്ട്. ചൊല്ലു. അകോ ഭയങ്കരം ഈ ധീരത, ധീരത, ആരിൽ ആർക്കും ഇല്ലിത്ര ധീരത. ധീരത. CI ബാലകൃഷ്ണൻ
CI ബാലകൃഷ്ണ സോദരൻ SI പൂമാൻ നാടിനും വീടിനും മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പുലിയാണിവൻ. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അവരങ്ങോട്ട് പോയിരിക്കേ. ആര്? അമ്മയും ഗീതയും നീലണ്ട സാറിന്റെ വീട്ടിലേക്ക്. അല്ല, ഞങ്ങളിതെല്ലാം പിടിച്ചെടുത്ത ശേഷം നിന്നെ എവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ബാത്റൂമില്. ബാത്റൂമിൽ പൊക്കോ. അയ്യോ, ഇപ്പൊ പോണ കാര്യമല്ല. എപ്പ വേണേലും പൊക്കോ. ഹലോ, CI ബാലകൃഷ്ണൻ ഹിയർ.